എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും S&S പ്രോപ്പർട്ടീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഹൈവേയിൽ നിന്ന് വെറും 150 മീറ്റർ മാത്രം മാറി വീതിയേറിയ മെയിൻ റോഡ് ഫ്രണ്ടേജിലുള്ള മനോഹരമായ വീടാണ്. മെയിൻ റോഡിൽ നിന്ന് വീട്ടിലേക്കുള്ള ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. വഴി മുഴുവൻ ഇൻ്റർലോക്ക് ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. റോഡിൽ നിന്ന് സെക്കൻഡ് പ്ലോട്ടിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. 16.25 സെൻറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ വീട് 2400 സ്ക്വയർ ഫീറ്റാണ് വിസ്തീർണം. 4 ബെഡ്റൂമുകൾ, 4 അറ്റാച്ച്ഡ് ബാത്റൂമുകൾ, വിശാലമായ ലിവിംഗ്, ഡൈനിങ് ഹാളുകൾ, അതുപോലെ തന്നെ കിച്ചൺ, വർക്ക് ഏരിയ തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. വലിയൊരു കാർ പോർച്ചാണ് ഈ വീട് നൽകിയിട്ടുള്ളത്. മുറ്റം മുഴുവൻ ഇതുപോലെ നാച്ചുറൽ സ്റ്റോൺ ബാഗി ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്ത് വളരെ ഭംഗിയായിരിക്കുന്ന നല്ലൊരു വീടാണ്. പാലാ പൊൻകുന്നം ഹൈവേയിലെ മെയിൻ ടൗണുകളിലൊന്നായ പൂവരണിയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഹൈവേയിൽ നിന്ന് 150 മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം. ഒരു എൽ ഷേപ്പിലുള്ള സിറ്റ് ഔട്ടാണ് ഈ വീട് നൽകിയിരിക്കുന്നത്. മനോഹരമായി ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ലൊരു വീടാണിത്. ഹൈവേയിൽ നിന്ന് വെറും 150 മീറ്റർ മാത്രം മാറി വീതിയേറിയ PWD റോഡിൽ നിന്ന് നേരിട്ട് വീട്ടിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നു. 16.25 സെൻറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഇനി സ്ഥലം കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ചേർന്ന് കിടക്കുന്ന ഒരു 14 സെൻറ്റ് കൂടി ചേർത്ത് 30 സെൻറ്റായിട്ട് നമുക്ക് വാങ്ങാനുള്ള സൗകര്യം കൂടിയുണ്ട്. തൊട്ടടുത്ത് തന്നെ സൂപ്പർ മാർക്കറ്റുകൾ, ഹോസ്പിറ്റൽ, ആരാധനാലയങ്ങൾ തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം വളരെ അടുത്തുള്ള ഏരിയയാണ്. സ്കൂൾ ബസ്സുകളൊക്കെ നമ്മുടെ വീടിന് തൊട്ട് മുന്നിലെത്തുന്നുണ്ട്. അപ്പോൾ കൂടുതൽ സ്ഥലം ആവശ്യമുള്ളവർക്ക് ഈ സ്ഥലം കൂടി ചേർത്ത് വാങ്ങാനുള്ള സൗകര്യമുണ്ട്. ഒറ്റ നിലയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന വീടിന് 2400 സ്ക്വയർ ഫീറ്റാണ് വിസ്തീർണം. നല്ല ഭംഗിയേറിയ രീതിയിൽ മികച്ച ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഒരു വീടിന് 4 ബെഡ്റൂമുകളുണ്ട്. വലിയ ബെഡ്റൂമുകളാണ്. എല്ലാ ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂമുകൾ നൽകിയിട്ടുണ്ട്. അതുപോലെ വലിയ കബോർഡുകൾ നൽകിയിട്ടുണ്ട്. ഇവിടെ നല്ല ഭംഗിയായിട്ടുള്ള എൽ ഷേപ്പുള്ള സിറ്റ് ഔട്ട് കൊടുത്തിരിക്കുന്നു. സിറ്റ് ഔട്ടിൽ മുഴുവൻ ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്ത് നല്ല തേക്ക് തടിയുള്ള വർക്കുകൾ കൂടി കൊടുത്തിട്ടുണ്ട്. വലിയൊരു കാർ പോർച്ചാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ലക്ഷറി കാറുകൾ പാർക്ക് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള വലിയ കാർ പോർച്ചുണ്ട്. സൈഡുകളിൽ ഇതുപോലെ ലാൻഡ്സ്കേപ്പ് ചെയ്ത് ചെടികളൊക്കെ വെച്ച് കൊടുത്തിരിക്കുന്നു. മുറ്റത്ത് ഈ ഭാഗത്തൊക്കെ ചരല് പാകിയിരിക്കുന്നു. അതുപോലെ ഒരു ഈന്തുമരം അതേപടി തറയൊക്കെ കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട്. കുടിവെള്ളത്തിനായിട്ട് വറ്റാത്ത കിണറുള്ള സൗകര്യമാണ് ഈ വീടിനുള്ളത്. സ്ഥലം കൂടുതൽ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഇങ്ങോട്ടൊക്കെ സ്ഥലം വാങ്ങാനുള്ള സൗകര്യമുണ്ട്. ഇതാണ് വീടിൻ്റെ പുറകുവശം. കിച്ചണിൻ്റെ പുറത്ത് ഗ്യാസ് സിലിണ്ടർ വെക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇവിടെയാണ് കിച്ചണിൽ നിന്ന് പുറത്തേക്കുള്ള ഡോറ് വരുന്നത്. അതുപോലെ തന്നെ ഡൈനിങ് ഹാളിൽ നിന്ന് പുറത്തേക്കൊരു വരാന്ത കൂടി കൊടുത്തിരിക്കുന്നു. മുകൾ ഭാഗം മുഴുവൻ ഡ്രസ് വർക്ക് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. സെറാമിക് ഓടിന് റൂഫ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് മുകൾ വശം. 3 സൈഡിൽ സെറാമിക് ഓട് കൊടുത്ത് ബാക്കിലേക്ക് റൂഫിംഗ് ഷീറ്റ് കൂടി കൊടുത്തിരിക്കുന്നു. വീണ്ടും താഴേക്ക് വന്നു കഴിയുമ്പോൾ ഈ സൈഡിൽ അലക്കുകല്ലും അതോടൊപ്പം ടാപ്പുമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ വീടിന് വേണ്ടി താഴത്തെ പ്ലോട്ടിൽ വറ്റാത്ത വെള്ളം ലഭിക്കുന്ന കിണർ ഒരുക്കിയിട്ടുണ്ട്. 16.25 സെൻറ്റിൽ 2400 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു മനോഹരമായ വീടിന് ഉടമ ചോദിക്കുന്ന വില 1,33 ലക്ഷം രൂപയാണ്. ഇതൊരു നെഗോഷ്യബിൾ പ്രൈസാണ്. വളരെയേറെ സൗകര്യങ്ങൾ നിറഞ്ഞ സ്ഥലത്താണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. പാല, പൈക, ഭരണങ്ങാനം തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം സ്കൂൾ ബസ്സുകൾ നമ്മുടെ വീടിൻ്റെ മുന്നിലെത്തുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ തൊട്ട് മുന്നിൽ സിറ്റ് ഔട്ടിൽ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ. നല്ല അയൽവക്കങ്ങളുണ്ട്. എന്നാൽ ഇതൊരു വില്ല പ്രോജക്റ്റൊന്നുമല്ല. ഒറ്റയ്ക്കിരിക്കുന്ന മനോഹരമായ വീടാണ്. തേക്കന്തടിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന മനോഹരമായ ഫ്രണ്ട് ഡോർ കടന്ന് നമ്മൾ വരുന്നത് വിശാലമായ ലിവിംഗ് ഏരിയയിലേക്കാണ്. തേക്കും ആഞ്ഞിലിയുമാണ് ഈ വീടിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന തടികൾ. വലിയ ലിവിംഗ് ഹാൾ കാണാം. നേരെ മുൻഭാഗത്തായിട്ട് പാർട്ടീഷൻ, അതിലൊരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകളെ കൊടുത്ത് വളരെ ഭംഗിയാക്കിയിരിക്കുന്ന മനോഹരമായ വീടാണിത്. ഇതിൻ്റെ ഭാഗത്തായി നമ്മുടെ TV യൂണിറ്റ് പാർട്ടീഷനിൽ തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. LED സ്റ്റെപ്പുകൾ, ഫാനുകൾ, പ്രീമിയം ഫാൻസി ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നമ്മൾ ഡൈനിങ് ഏരിയയിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തൊരു കോർട്ട്യാർഡ് കൂടി കൊടുത്തിട്ടുണ്ട്. മുകളിൽ കാണുന്ന വർക്കുകളെല്ലാം തേക്കുന്നടിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നമുക്കൊരു കോർട്ട്യാർഡാക്കി ഇൻഡോർ പ്ലാന്റുകളൊക്കെ വെക്കാനുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നു. മുകൾ ഭാഗത്തുനിന്ന് ഇതുപോലെ ഗ്ലാസുകൾ കൂടി കൊടുത്ത് നാച്ചുറൽ ലൈറ്റ് കൂടി വരാവുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അത് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഈ ഒരു ഭാഗത്തായി ചെടികളൊക്കെ വെക്കാനുള്ള പോർഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ഒരു ബെഡ്റൂമാണിത്. ഈ ഒരു സൈഡ് മുതൽ നമുക്ക് കാണാം. വലിയ ബെഡ്റൂമുകളാണ്. 4 ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. ആദ്യത്തെ ബെഡ്റൂമാണിത്. 2 സൈഡിലുമായി വലിയ ജനലുകളുണ്ട്. അതുപോലെ ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട്. വലിയ വാർഡ്രോബുകൾ നൽകിയിട്ടുണ്ട്. ഡോറുകളെല്ലാം ചെയ്തിരിക്കുന്നത് തേക്കിലാണ്. കബോർഡുകളെല്ലാം തേക്കിൻതടിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. വലിയ ബാത്റൂമുകളാണ്. ബ്രാൻഡഡ് മെറ്റീരിയൽസാണ് ഈ വീടിനായി ഉപയോഗിച്ചിരിക്കുന്നത്. പാല ടൗണിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം. പൈക ടൗണിലേക്ക് ഏകദേശം 3 കിലോമീറ്ററുമാണ് ദൂരം. നടന്നു പോകുന്ന ദൂരത്തിൽ ക്രിസ്ത്യൻ പള്ളിയുണ്ട്. ഏകദേശം ഒരു 800 മീറ്ററിൽ ക്ഷേത്രമുണ്ട്. നടന്നു പോകുന്ന ദൂരത്തിൽ തന്നെ നമുക്ക് സൂപ്പർ മാർക്കറ്റുകൾ പോലെയുള്ള എല്ലാ കടകളും അടുത്തുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട്
വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നു. ടേബിൾ ടോപ്പ് വാഷ് ബേസിനാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള രീതിയിൽ വാഷ് ബേസിനെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വലിയ ഡൈനിങ് ഹാളിൽ നിന്ന് പുറത്തേക്ക് ഒരു ഡോർ കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. എല്ലാ ബെഡ്റൂമുകളിലും ഇതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂമുകളുണ്ട്. ഡ്രസ്സിംഗ് ഏരിയയിൽ വാർഡ്രോബുകൾ കൂടി നൽകിയിരിക്കുന്നു. തടി കൊണ്ടാണ് വാർഡ്രോബുകൾ മുഴുവൻ ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ടുള്ള ടൈൽസാണ് ഫ്ലോറിലും അതുപോലെ തന്നെ വോളിലുമൊക്കെ കൊടുത്തിരിക്കുന്നത്. ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ബ്രാൻഡഡ് ഐറ്റംസ് മാത്രമാണ്. അടുത്ത ബെഡ്റൂമാണ് ഈ കാണുന്നത്. മൂന്നാമത്തെ ബെഡ്റൂമാണ്. എല്ലാം ഇതുപോലെ നല്ല വലിപ്പമേറിയ ബെഡ്റൂമുകളാണ്. വലിയ ജനലുകളുണ്ട്. എല്ലാ ബെഡ്റൂമുകളും AC-യുടെ പോയിന്റുകൾ നൽകിയിട്ടുണ്ട്. ഇവിടെ 3 ഡോറുള്ള വലിയൊരു വാർഡ്രോബ് കൂടി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമുകളാണ് ഈ വീട്ടിൽ നൽകിയിട്ടുള്ളത്. ഡൈനിങ് ഏരിയയിൽ നിന്ന് പുറത്തേക്കുള്ള ഭാഗത്ത് ഡോർ കൂടി കൊടുത്തിരിക്കുന്നു. വിൻഡോയും ഡോറും കൂടി ചേർത്ത് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു സിറ്റ് ഔട്ട് കാണാൻ സാധിക്കുന്നു. ഇതൊരു ഒത്തിരി വീടുകൾ അടുത്തുള്ള ഏരിയ അല്ല. നമുക്ക് അത്യാവശ്യം വന്ന അയൽവക്കങ്ങളുണ്ട്. എന്നാൽ ടൗണിൻ്റേതായ സൗകര്യങ്ങളെല്ലാം ഉള്ള മനോഹരമായ ഏരിയയാണ്. വില്ല പ്രോജക്റ്റ് ഒന്നുമില്ല, ഒരു ഇൻഡിപെൻഡൻറ്റ് വീടാണിത്. ഇവിടെ നമുക്കൊരു ഓപ്പൺ കിച്ചണാണ് വന്നിട്ടുള്ളത്. അത് മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു കിച്ചൺ ഇവിടെ കാണാൻ പറ്റും. ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ കബോർഡ് വർക്കുകൾ മുഴുവൻ ചെയ്തിരിക്കുന്നത് തേക്കിൻതടിയിലാണ്. ധാരാളം കബോർഡുകളുണ്ട്. നാനോ വൈറ്റിൻ്റെ ടോപ്പാണ് മുകളിൽ ടോപ്പായിട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ എല്ലാം ഭംഗിയായിട്ട് കബോർഡ് വർക്കുകളുണ്ട്. കൂടാതെ ഹോബും ഹുഡും എല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു സെമി ഫർണിഷ്ഡ് വീട് തന്നെയാണ് കാണുന്നത്. നല്ല ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് മനോഹരമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന വീടാണിത്. ഇവിടെ കിച്ചൺ റാക്കുകളെല്ലാം ധാരാളമായി നൽകിയിരിക്കുന്നു. ഇഷ്ടംപോലെ സ്റ്റോറേജ് സൗകര്യങ്ങൾ ലഭിക്കുന്ന മനോഹരമായ രീതിയിലാണ് കിച്ചണൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇവിടെ നല്ലൊരു വർക്ക് ഏരിയ കൂടിയുണ്ട്. ഇവിടെ ഡബിൾ സിങ്ക് കൊടുത്തിട്ടുണ്ട്. പാത്രങ്ങൾ കഴുകാനുള്ള സൗകര്യം കൂടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കബോർഡുകൾ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പോയിൻ്റ് ഈ ഒരു കോർണറായിട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് പുറത്തേക്കുള്ള ഡോർ കൂടി കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ മനോഹരമായ ഏരിയയിൽ നല്ല സൗകര്യപ്രദമായി നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ വീടാണിത്. ഹൈവേയിൽ നിന്ന് വെറും 150 മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം. 16.25 സെൻറ്റ് സ്ഥലത്ത് 2400 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വീടിന് ഉടമ ചോദിക്കുന്ന വില 1,33,00,000 രൂപയാണ്. ഇതൊരു നെഗോഷ്യബിൾ പ്രൈസാണ്. താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഏത് സമയത്തും ഈ ഒരു വീടൊക്കെ വന്ന് കണ്ട് ക്വാളിറ്റിയൊക്കെ ബോധ്യപ്പെട്ട് ലൊക്കേഷൻ കണ്ട് ബോധ്യപ്പെട്ട് വാങ്ങാൻ സപ്പോർട്ട് ഞങ്ങൾ തരുന്നതാണ്. ലോൺ സൗകര്യങ്ങൾ വേണമെങ്കിൽ അതെല്ലാം അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. സ്ഥലം കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അതുകൂടി ലഭിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ കൊണ്ട് എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോയുമായി ഉടനെ വരാം.